എണീറ്റപ്പാടുണ്ട് ഇപ്പം മുന്നിൽ കൂടി ചിരിച്ച് കളിച്ചിങ്ങാണ്ട് പോണ്. അതിപ്പോൾ എന്തുണ്ടായി? ഇന്നലെ രാത്രി വരെ കുഴപ്പമൊന്നും ആയിരുന്നല്ല. വേറെ ഒന്നല്ലോ പുതിയ ഗ്രൂപ്പൊക്കെ ആയി അങ്ങനെ പഴയ ഫ്രണ്ട്സിനൊക്കെ തിരിച്ചിട്ടി 2 ദിവസം മുമ്പ് വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുലോചന ടീച്ചറുടെ ആ സ്റ്റാറ്റസിന്റെ കണ്ടി കണ്ട. ജൂൺ 3 പ്രവേശനോത്സവത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. എന്തോ മണക്കുണ്ട്. ടീച്ചറെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഒരു 4-5 മാസത്തിന്റെ ക്ലാസ് തുടങ്ങാനേ. ഞാനൊന്ന് വന്നോട്ടെ. അതിനെന്താ ടീച്ചർ പോരെ? ഞാനാണെങ്കിൽ സഹായത്തിന് വേണ്ടി ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഈ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞു വന്ന ചുളിവിൽ ഞാനൊരു അംഗനവാടി ടീച്ചറായി. ഈ കുരിപ്പിനെ നോട്ടിയതാളി ഒരു വലിയ കഥ പറഞ്ഞിട്ടുണ്ട്. ഉത്സവ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LMS അംഗങ്ങൾ എല്ലാവരും ക്ഷണിച്ചത് അതിന് ചിരിക്കണോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. One eternity later. പിന്നെ അംഗനവാടി ഇങ്ങനെയാണ്. അതൊരു പരിതാപകരമായ അവസ്ഥയാണ് എല്ലാവർക്കും അറിയാം. ഉദ്ഘാടനം 23-ാം തീയതിക്ക് ശേഷം ഉണ്ടാവും. അപ്പം നമ്മൾ നല്ലൊന്ന് ശരിയാക്കണം, നന്നാക്കി പരിപാടിയൊക്കെ റെഡിയാക്കണം. ടീച്ചർ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നമുക്കൊരു അംഗനവാടി ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ തന്നെ. പക്ഷെ ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ വാടകയ്ക്കാണ് നിൽക്കുന്നത്. പുതിയ അംഗനവാടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണം ഓൾമോസ്റ്റ്. അതിനൊരു വഴി പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ മന്ത് ലാസ്റ്റ് എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം. നമ്മൾ പഠിച്ചിറങ്ങിയ സമയത്ത് അംഗനവാടി ഒന്നല്ല മക്കളെ. ഇപ്പോഴത്തെ ഫുഡ് ലിസ്റ്റ് നിങ്ങൾ കിട്ടിക്കണം. ഞാൻ പറഞ്ഞുതരാം. തിങ്കളാഴ്ച ഫ്രൈഡ് റൈസ്, ചൊവ്വാഴ്ച പുലാവ്, ബുധനാഴ്ച വ്യാഴാഴ്ചയും സാധാ ചോറും അതിനനുസരിച്ച് സാമ്പാറോ അങ്ങനെയുള്ള കറികളുണ്ടാവും. വെള്ളിയാഴ്ച മുട്ട ബിരിയാണി. പോരാത്തതിന് ന്യൂട്രൻ്റ് ലഡുവായിട്ടും സുഖേനായിട്ടും അടായിട്ടും 3 നേരം അതും കൊടുക്കുന്നുണ്ട്. മുട്ടയും പാലും ഉണ്ട്. പിന്നെ കേസരിയും തൈര് അതൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞ നല്ല VIP ട്രീറ്റ് അംഗനവാടിയിലൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് പാരൻസിനൊക്കെ പറഞ്ഞിട്ടൊരു യൂത്ത് ഉണ്ട്. അതടുത്ത പാർട്ടി.